Headlines. കശ്മീരിലെ ഷോപ്പിയാൻ ഷുക്കൂറിലെ ഏറ്റുമുട്ടൽ ഒരു ലഷ്കർ ഭീകരനെ വധിച്ചു. 2 ഭീകരർ കൂടി മേഖലയിൽ ഒളിച്ചിരിക്കുന്നതായി സംശയം. മേഖലയിൽ ഭീകരർക്കായി സൈന്യം തെരച്ചിൽ നടത്തും. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ പാക് ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പിന് പിന്നാലെ ജമ്മുകാശ്മീരിലും പഞ്ചാബിലും ഡ്രോണുകൾ നിർവീര്യമാക്കി സൈന്യം. അതിർത്തി വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ റദ്ദാക്കി എയർ ഇന്ത്യയും ഇൻഡിഗോയും. സ്ഥിതിഗതികൾ വീണ്ടും വിലയിരുത്താൻ ഇന്ത്യ. കോഴിക്കോട് പെൺകുട്ടി സെക്സ് റാക്കറ്റിന്റെ കെണിയിൽപ്പെട്ട സംഭവത്തിൽ ഒരാൾ പിടിയിലായത് അസം സ്വദേശി. പ്രതിയെ പിടികൂടിയത് ഒറീസയിൽ നിന്ന്. കുട്ടിയെ എത്തിച്ച ലോഡ്ജും പോലീസ് കണ്ടെത്തി. വയനാട് സുൽത്താൻ ബത്തേരി ടൗണിൽ വീണ്ടും പുലിയിറങ്ങി. പുതുശ്ശേരി സ്വദേശിയുടെ കോഴികളെ പിടികൂടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. എറണാകുളം മലയാറ്റൂരിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ വീട് തകർന്നു. ആക്രമണം ഉണ്ടായത് ഇല്ലിത്തോട് സ്വദേശി ശശിയുടെ വീടിന് നേരെ. ഇടുക്കിയിൽ യുവാവിനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. ഗുരുതരമായി പരിക്കേറ്റ തോപ്രാംകുടി സ്വദേശി വിജേഷ് ചികിത്സയിൽ. മർദ്ദനത്തിന് കാരണം ഉത്സവത്തിനിടെയുണ്ടായ വാക്തർക്കം. സംഭവത്തിൽ 8 പേർ പിടിയിൽ. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് സൗദിയിൽ. ഗൾഫ് US ഉച്ചകോടിയിൽ പങ്കെടുക്കും. വ്യാവസായിക പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെക്കും.